ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിൽ ശമനമില്ലാതെ തെരുവുനായ ആക്രമണം. രോഗിയുമായി ആശുപത്രിയിലെത്തിയ വീട്ടമ്മയ്ക്ക് കടിയേറ്റു. കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിൽ ശമനമില്ലാതെ തെരുവുനായ ആക്രമണം. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ രോഗിയായ മകനുമൊത്ത് ആശുപത്രിയിൽ എത്തിയ വീട്ടമ്മയ്ക്ക് നേരെയാണ് തെരുവുനായുടെ ആക്രമണം അരങ്ങേറിയത്. മുണ്ടംവേലി സ്വദേശി ലീനയ്ക്കാണ് കാലിന് കടിയേറ്റത്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജീവനക്കാരെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണ്. തെരുവുനായ ആക്രമണ ഭീതിയിലാണ് രോഗികളും ജീവനക്കാരും. ഇവിടെ എത്തുന്നവരെ വരവേൽക്കുന്നത് കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലെ നഴ്സിനു നേരെ അക്രമം ഉണ്ടായി. 10ലേറെ നായ്ക്കളാണ് ആശുപത്രി വളപ്പിലും പരിസരത്തും തമ്പടിച്ചിട്ടുള്ളത്. നായക്കൂട്ടങ്ങൾ ആശുപത്രിയിൽ എത്തുന്നവർക്ക് നേരെ അക്രമവാസനയോടെ ഓടിയടുക്കുന്നതും പതിവാണ്. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. പകലും രാത്രിയിലും ഇവ ഭീതി പടർത്തുന്ന സാഹചര്യമാണുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസിന് നേരെ നായ്ക്കൂട്ടം ഓടിയെത്തിയത് ഭീതി പരത്തിയിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന നായക്കൂട്ടത്തെ ഓടിച്ച ശേഷമാണ് രോഗിയെ ആംബുലൻസിൽ നിന്നും ഇറക്കിയത്. ആശുപത്രിയിൽ അടുത്തിടെയായി തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആശുപത്രിയിലെ വാർഡിനകത്ത് പോലും നായ്ക്കൾ കയറിയിറങ്ങുന്നതായി രോഗികളും കൂട്ടിരിപ്പുകാരും അഭിപ്രായപ്പെട്ടു. ആശുപത്രിയുടെ ചുറ്റുവളപ്പ് കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെ നായ്ക്കൾ പെറ്റുപെരുകുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഡോക്ടർ എന്താ പറഞ്ഞ ഇപ്പൊ താൽക്കാലിക ഇഞ്ചക്ഷൻ അടിച്ചിരുന്നല്ലേ? ചീട്ട് തന്നിട്ടുണ്ടോ? ചീട്ടൊന്ന് കാണിക്കാവോ? ചേച്ചിന്റെ വീട് എവിടെ നിന്ന് പറഞ്ഞ? മുണ്ടമേലി. മോനിക്കുള്ള മരുന്ന് വാങ്ങിക്കാൻ പോയതല്ലേ? ബ്ലഡ് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാം. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ മതല്ലേ? അവിടെ വെച്ച് കടിച്ചല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും വിവരം എടുക്കണം. നായ, ഇഴജന്തു എന്നിവയുടെ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് രോഗികളും ചികിത്സ തേടിയെത്തുന്നവരും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.